നമസ്കാരം. അമാവാസി നാളിൽ രൂപപ്പെടുന്ന യോഗങ്ങൾ ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ വലിയ നേട്ടങ്ങളായി ജീവിതത്തിൽ മാറാറുണ്ട് എന്നതാണ് വാസ്തവം. ജനുവരി 29 മൗനി അമാവാസിയാണ് സംഭവിക്കുന്നത്. ഇതിനുശേഷം രൂപപ്പെടുന്നതായ അഥവാ മൗന അമാവാസിക്ക് രൂപപ്പെടുന്ന അപൂർവ യോഗത്താൽ ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സന്തോഷവും സൗഭാഗ്യവും തേടിയെത്തുന്ന സമയമാകുന്നു. ആ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ത്രിഗ്രഹി യോഗം. മൗന അമാവാസിക്ക് ചന്ദ്രൻ മകരം രാശിയിലായിരിക്കും. ഇതേ രാശിയിൽ തന്നെ ആയിരിക്കും ബുധനും സൂര്യനും. ഇങ്ങനെ ത്രിഗ്രഹ യോഗം രൂപപ്പെടുന്നതാകുന്നു. ത്രിവേണി യോഗമെന്നും ത്രിഗ്രഹ യോഗം അറിയപ്പെടാറുണ്ട്. ഇത് കൂടാതെ ബുധന്റെയും സൂര്യന്റെയും സംയോഗത്തിലൂടെ ബുധാദിത്യ രാജയോഗവും രൂപപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ ചില നക്ഷത്രക്കാർക്ക് ഇരട്ടി സൗഭാഗ്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. പറയുന്നത് പൊതുഫല പ്രകാരമാണ്, ജാതക പ്രകാരം. അതിനാൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാകുന്നു. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മൗനി അമാവാസി നാളിൽ രൂപപ്പെടുന്നതായ ത്രിഗ്രഹ യോഗം ജീവിതത്തിൽ അനവധി സന്തോഷങ്ങൾക്ക് കാരണമായി തീരുന്നു എന്നതാണ് വാസ്തവം. കർക്കിടകം രാശിക്കാരുടെ 7ാം ഭാവത്തിലാണ് ഈ യോഗം രൂപപ്പെടുന്നത് പോലും. അതുകൊണ്ട് തന്നെ ഇവർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾ, പ്രത്യേകിച്ചും വിജയങ്ങൾക്കുള്ള സാധ്യത വർദ്ധിക്കുന്നതാണ്. നിരവധിയാർന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ സാമ്പത്തികപരമായി ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അനുകൂലമായ സമയം കൂടിയാണ് ഇത്. ഈ സമയം വ്യക്തികൾക്ക് ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം വർദ്ധിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. കൂടാതെ ഈ സമയം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട്. കൂടാതെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്ന സമയമാണ്. ലാഭം നേടുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. ബിസിനസ്സിന് വളർച്ച, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ, വളർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ആരോഗ്യം പൊതുവിൽ തൃപ്തികരമായി തുടരുന്ന സമയമാകുന്നു. ഉന്മേഷത്തോടെയും ഊർജത്തോടെയും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുവാനും അത് പ്രവർത്തിക്കുവാനും സാധിക്കുന്നതായ സാഹചര്യം എന്ന പ്രത്യേകതയുമുണ്ട്. ഈ സമയം നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാകുന്ന സമയമാണ്. പൊതുവിൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. പ്രധാനമായും വന്നു ചേരുന്നതായ അവസരങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ പോലും ഒരു പരിധി വരെ ഒഴിവാക്കുവാൻ സാധിക്കും. പ്രതീക്ഷിക്കുന്നതായ സഹായധനം പോലും ലഭിക്കാനുള്ള സാധ്യതകളും ഈ സമയം ഒരല്പം കൂടുതൽ തന്നെയാകുന്നു. തുലാം. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ത്രിഗ്രഹ യോഗം മൂലം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. കാരണം തുലാം രാശിയുടെ 4ാം ഭാവത്തിലാണ് രൂപപ്പെടുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. തന്മൂലം നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ, സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പോലും കൈവരിക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായ ഉയർച്ച ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. ആത്മീയ കാര്യങ്ങളിൽ പോലും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയം. കുടുംബത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു സമയം എന്ന പ്രത്യേകതയുമുണ്ട്. നേട്ടങ്ങൾ വളരെയധികം സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇത്. വരുമാനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായി ഉയരാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. സമൂഹത്തിൽ പെട്ടെന്ന് സ്വീകാര്യത വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. ഏറെ കാലമായി നിർത്തി വച്ചിരുന്നതായ പല കാര്യങ്ങളും പല ജോലികളും നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ
പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. സമ്പാദ്യം വളരുവാൻ സാധ്യത കൂടുതലാണ്. സ്വത്തുക്കൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ആരോഗ്യ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയം പൊതുവിൽ തൃപ്തികരമായി തീരാം. വിചാരിച്ചതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് തീർക്കുവാൻ അനുകൂലമായ സാഹചര്യമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത് എന്ന് കൂടി മനസ്സിലാക്കുക. ആരോഗ്യപരമായ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ആരംഭിച്ചതായ പല ജോലികളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സ്വത്തുക്കൾ ഈ സമയം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. പൂർവിക സ്വത്തുക്കൾ പോലും കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് വന്നു ചേരേണ്ടതായ ദോഷകരമായ കാര്യങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ശത്രുക്കളെ പോലും ഫലപ്രദമായി പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം പൊതുവിൽ അനുകൂലമാണ്. അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ കൂടുതലായി വന്നു ചേരാം. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിയുടെ ലഗ്നത്തിലാണ് ത്രിഗ്രഹ യോഗം രൂപം കൊള്ളുന്നത്. ഈ കാലയളവിൽ രൂപപ്പെടുന്ന നവപഞ്ചമ യോഗവും മകരം രാശിക്കാർക്ക് ധാരാളം ധനം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല മേഖലകളിലും വിജയങ്ങൾ നേടുവാൻ സഹായകരമായി തീരും. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സന്തോഷകരമായ നിമിഷങ്ങൾ പ്രധാനമായും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉള്ളത്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, സമാനമായ പല കാര്യങ്ങളും, പ്രധാനമായും വിദ്യയിൽ ഉയർച്ച നേടുക, മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട അലച്ചിൽ ഒരു പരിധിവരെയെങ്കിലും കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അധ്വാനിക്കുന്നത് വെറുതെയാകില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. കാര്യങ്ങൾ അല്പം കൂടി നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം നേടുവാൻ സാധിക്കുന്ന സമയമാണ്. ബിസിനസ് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യം തൃപ്തികരമായി തുടരുന്ന സാഹചര്യമാണ് വന്നു ചേരുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ധനപരമായ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ ഒരു സമയം കൂടിയാണ് ഇത്. കൂടാതെ ഈ സമയം സാമ്പത്തികമായി ഉയരാനുള്ള ചില സാധ്യതകൾ വർദ്ധിക്കും. ജോലി ലഭിക്കുക, ജോലിക്കുള്ള അവസരങ്ങൾ വന്നു ചേരുക, മാനസികപരമായി അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെയെങ്കിലും പരിഹാരം കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഐശ്വര്യം നിങ്ങളിൽ വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. ആത്മീയ കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും അല്പം കൂടുതലായി സമയം ചെലവഴിക്കുവാൻ സാധിക്കുന്നു എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അലോസരപ്പെടുത്തുന്നതായ ചില കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ആരോഗ്യപരമായ കാര്യങ്ങളും അല്പം തൃപ്തികരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന സമയമാകുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം മുന്നോട്ട് പോവുക.